ഇന്നലെ അന്തരിച്ച നടനും സംവിധായകനുമായ ഇ എ രാജേന്ദ്രൻ്റെ മരണവാർത്ത അറിഞ്ഞ് തൃശ്ശൂർ തൃത്തല്ലൂരിലെ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. നാട്ടുകാരുമായി നല്ല ബന്ധമായിരുന്നു ഇ എ രാജേന്ദ്രൻ എന്നും സൂക്ഷിച്ചിരുന്നത്. നാളെ തൃത്തല്ലൂരിലെ തറവാട്ട് വീട്ടിൽ സംസ്കാരം നടക്കും. തൃത്തല്ലൂരെ വീട്ടിലെ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്ത് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ ശ്രീജിത്ത്. SKN, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു മരണവിവരം അറിഞ്ഞതോടുകൂടി തന്നെ നാട്ടുകാർ രാവിലെ ഇവിടേക്ക് എത്തുകയായിരുന്നു. നിരവധി നാട്ടുകാരുണ്ട്. അവരെല്ലാവരും പറയുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഈ ശിവരാത്രി ദിവസമാണ് അദ്ദേഹം അവസാനമായി ഇവിടേക്ക് വന്നു പോകുന്നത്. ഇല്ലെങ്കിൽ എല്ലാ 2 മാസം കൂടുമ്പോഴും ഇവിടേക്ക് വരുന്ന ആളായിരുന്നു. ഇങ്ങനെ അസുഖബാധിതനായതുകൊണ്ട് മാത്രം ഭാര്യ സന്ധ്യയോടൊപ്പം മാത്രമേ പിന്നീട് വരാറുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ഇങ്ങോട്ട് സ്ഥിരമായി ഈ തൃത്തല്ലൂരിലെ ഈ വീട്ടിലേക്ക് വരാറുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവസാനമായിട്ട് ശിവരാത്രിക്കല്ലേ ഉണ്ടായിരുന്നു പോയത്. അതിൽ മുമ്പും മൂപ്പര് തനിച്ച് വരാറുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് അസുഖബാധിതനായതിനു ശേഷം ആള് ഭാര്യ ഇല്ലാണ്ട് ഭാര്യയ്ക്ക് തനിച്ച് വിടാൻ ധൈര്യമില്ലാത്ത കാരണം ഒരുമിച്ച് വരാറുള്ളൂ. നാടിൻ്റെ ഒക്കെ ഒരു അഭിമാനമല്ലേ? കാരണം സ്വാഭാവികമായിട്ട് അത്ര കണ്ട് ആത്മബന്ധം സൂക്ഷിക്കുന്നു. ഇവിടുന്ന് പോയി പിന്നീട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച് അങ്ങനെ അത്ര കണ്ട് വലിയൊരു ബന്ധം തന്നെയല്ലേ? ഇവിടുത്തെ തൃത്തല്ലൂരിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിമാനമാണ് ഇ എ രാജേന്ദ്രൻ. ഞങ്ങളൊക്കെ രാജു എന്ന് വിളിക്കുന്ന ഇ എ രാജേന്ദ്രൻ. നാട്ടിക SN കോളേജിൽ പഠിക്കുന്ന കാലത്തെ മൂപ്പര് നാടകത്തിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു. അതിനുശേഷം ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന ഞങ്ങളൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന ഞങ്ങളുടെ രാജേട്ടൻ അതാണ്. പിന്നെ ഈ പരിസരത്ത് നിന്ന് വേണമെങ്കിൽ പറയാം, കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ടായിരിക്കാം നാടകം പഠിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഡ്രാമ സ്കൂളിലേക്ക്, ന്യൂഡൽഹിയിലേക്ക് സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോകുന്നത്. പിന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതുമാതിരി സീരിയൽ, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ O മാധവന് ശേഷം എല്ലാ നാടകങ്ങളും ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ നാടകം കളിച്ചൂലേ? ഡയറക്ടറാണ് ഓൺലി ഡയറക്ടർ. ഞാൻ പുള്ളിയുടെ നാടകം കളിച്ചു. അത് എല്ലാ കൊല്ലം പുള്ളി ഫ്രീ ആയിട്ട് ശിവക്ഷേത്രത്തിന് സ്പോൺസർ ചെയ്യുന്നതാണ്. എല്ലാ കൊല്ലം ശിവരാത്രിക്ക് ഇവിടെ സ്പോൺസറിങ്ങളാണ് കളിച്ചത്. ശാകുന്തളം നാടകമാണ് കളിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ഇനി അവരുടെ ബന്ധുക്കൾ വരാനുണ്ട്. അവരുടെ മൂത്ത സഹോദരൻ ഡോക്ടർ റോയ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഗൾഫിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് ഉള്ളത്. അവരെല്ലാവരും വരാനുണ്ട്. മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടി ഇവിടേക്ക് എത്തിക്കും അല്ലെങ്കിൽ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ ബന്ധുക്കൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. പൂർത്തിയാക്കാൻ വേണ്ടി നാട്ടുകാരാണ്, ഇവിടെ ബന്ധുക്കളൊന്നുമില്ല, നാട്ടുകാരാണുള്ളത്. അവരെന്തായാലും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെയും അമ്മയെയും സംസ്കരിച്ചതിന് തൊട്ടടുത്തായി തെക്കുഭാഗത്ത് രാജേന്ദ്രനും ഉള്ള ചിത ഒരുങ്ങും. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാടിന് വല്ലാത്ത വേദനയാണ്. കലാകാരനാണെങ്കിലും അല്ലെങ്കിലും ഈ നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെയാണ് ഇ എ രാജേന്ദ്രൻ.